ഒരു മാസ്ക്. അത് ധരിച്ചവൻ മനുഷ്യനല്ല, അവനൊരു ശക്തി, ഒരു ശാപം, ഒരു ഭയം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മുറസാക്കീസ് മാസ്ക് എന്ന അത്ഭുതകരമായ കഥയുടെ ഹൈ വേർഷൻ എക്സ്പ്ലെയിൻഡ് ആണ്. ഈ മാസ്കിന് പിന്നിലെ രഹസ്യം എന്താണ്? ഇത് ആരുടെ ശക്തിയാണ്? ഇത് ധരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാകും. മുറസാക്കി പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു അന്യമായ വൈബ് ഉണ്ടാവും. മുറസാക്കി ഒരാളല്ല, അതൊരു ലെഗസിയാണ്. പുരാതന കാലത്ത് ഒരു ശക്തനായ യോദ്ധാവ് ഉണ്ടായിരുന്നു. അവൻ തന്റെ ആത്മാവിനെ ഒരു മാസ്കിൽ പൂട്ടി. എന്തിനാണ്? അവൻ മരിക്കാതിരിക്കാൻ, അവന്റെ ശക്തി ശാശ്വതമായി നിലനിൽക്കാൻ. ഇങ്ങനെ മുറസാക്കീസ് മാസ്ക് ജനിച്ചു. പക്ഷേ ഇതൊരു വരദാനമല്ല, ഇതൊരു ശാപമാണ്. മുറസാക്കീസ് മാസ്ക് ഇത് സാധാരണ ഒരു മാസ്ക് അല്ല. ഇത് ധരിക്കുന്നവന് കിട്ടുന്ന ശക്തികൾ സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്, ഷാഡോ കൺട്രോൾ, മൈൻഡ് മാനിപ്പുലേഷൻ, ഫിയർ ആംപ്ലിഫിക്കേഷൻ. അത് മാത്രമല്ല, ഈ മാസ്ക് ധരിച്ചാൽ ധരിക്കുന്നവന്റെ മനസ്സ് മാറും. അവൻ ഇനി സ്വന്തം വ്യക്തിയല്ല, മുറസാക്കിയുടെ ഒരു വാഹനം മാത്രമാകും. ഇതാണ് ഈ മാസ്കിന്റെ ഏറ്റവും വലിയ ഭയം. എല്ലാ ശക്തിക്കും ഒരു വില ഉണ്ടാകും. മുറസാക്കീസ് മാസ്കിന്റെ വില എന്താണ്? നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ നിയന്ത്രണം, നിങ്ങളുടെ മനുഷ്യത്വം ആദ്യത്തിൽ. ഇത് ധരിക്കുന്നവന് എല്ലാം നല്ലതുപോലെ തോന്നും. പക്ഷേ അല്പസമയം കഴിഞ്ഞാൽ അവന്റെ ചിന്തകൾ മാറും. അവൻ ക്രൂരനാകും, അവൻ ഭയത്തിന്റെ രൂപമാകും. അവൻ ഇനി മനുഷ്യനല്ല, ഒരു ഡാർക്ക് എൻറ്റിറ്റിയാണ്. ഇപ്പോൾ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഹൈ വേർഷൻ ഓഫ് മുറസാക്കീസ് മാസ്ക്. സാധാരണ മാസ്ക് ഒരു ലെവൽ വരെ മാത്രമേ പോകൂ. പക്ഷേ ഹൈ വേർഷൻ, ഫുൾ പവർ, അൺലോക്ക്, കംപ്ലീറ്റ് പൊസഷൻ, റിയാലിറ്റി ഡിസ്റ്റോർഷൻ വരെ പോകും. ഇത് ധരിച്ചാൽ നിങ്ങൾക്ക് ലോകത്തെ തന്നെ മാറ്റാൻ കഴിയും. പക്ഷേ അതിന്റെ വില, നിങ്ങളിനി നിങ്ങളല്ല. മുറസാക്കീസ് മാസ്കിന്റെ ഏറ്റവും ഭയങ്കരമായ ഭാഗം അതിന്റെ പവർ അല്ല, അതിന്റെ മൈൻഡ് കൺട്രോൾ ആണ്. ഇത് സ്ലോലി ധരിക്കുന്നവന്റെ ബ്രെയിൻ റീപ്രോഗ്രാം ചെയ്യും. നല്ലത് തെറ്റായി തോന്നും, തെറ്ററ്റ് ശരിയായി തോന്നും. അവൻ തന്റെ ആക്ഷൻസ് ജസ്റ്റിഫൈ ചെയ്യും. ഇതാണ് ഒരു വില്ലൻ എങ്ങനെ ജനിക്കുന്നു. മുറസാക്കീസ് മാസ്ക് എന്താണ്? അതിന്റെ പവർ എന്താണ്? എങ്ങനെ അതൊരാളെ മുഴുവൻ മാറ്റുന്നു? പക്ഷേ ഇപ്പോൾ തുടങ്ങുന്നത് അതിലും ഭയങ്കരമായ കഥയാണ്. ഈ മാസ്ക് ആരൊക്കെ ധരിച്ചു? അവർക്ക് എന്ത് സംഭവിച്ചു? ഒടുവിൽ ഈ മാസ്ക് നശിച്ചോ? ഇല്ലെങ്കിൽ ഇപ്പോഴുമുണ്ടോ? ആദ്യമായി മുറസാക്കീസ് മാസ്ക് ഉപയോഗിച്ചത് ഒരു യോദ്ധാവായിരുന്നു. അവൻ ഒരുപാട് യുദ്ധങ്ങൾ ജയിച്ചവൻ. പക്ഷെ അവൻ ഭയപ്പെട്ടത് ഒരു കാര്യം മാത്രം, മരണം. അതിനാൽ അവൻ തന്റെ ആത്മാവിനെ ഈ മാസ്കിൽ ബന്ധിച്ചു. ആദ്യത്തിൽ അവൻ കൂടുതൽ ശക്തനായതായി തോന്നി. പക്ഷേ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മാസ്ക് അവനെ നിയന്ത്രിക്കാൻ തുടങ്ങി. അവൻ ക്രൂരനായി. അവൻ സ്വന്തം ആളുകളെ പോലും ആക്രമിച്ചു. അവൻ ഭയത്തിന്റെ രാജാവായി മാറി. അവസാനം അവനെ നിർത്താൻ അവന്റെ സ്വന്തം കൂട്ടുകാർ തന്നെ അവനെ കൊല്ലേണ്ടി വന്നു. പക്ഷേ അവൻ മരിച്ചില്ല. അവന്റെ ആത്മാവ് ഇപ്പോഴും മാസ്കിൽ ജീവിക്കുന്നു. കാലക്രമത്തിൽ ഈ മാസ്ക് പലർക്കും കൈവന്നു. ദ സ്കോളർ, ഒരു പണ്ഡിതൻ, അവൻ ഇത് ഉപയോഗിച്ചത് അറിവിനായി. പക്ഷേ അറിവ് ആറോ അധികാരമായി മാറി, അധികാരമാറോ അഹങ്കാരമായി. അവൻ റിയാലിറ്റി തന്നെ മാറ്റാൻ ശ്രമിച്ചു. ഒടുവിൽ അവൻ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയി. ദി അസാസിൻ, ഒരു കൊലയാളി. ഈ മാസ്ക് അവനെ ഇൻവിസിബിൾ പോലെ മാറ്റി. ഷാഡോ കൺട്രോൾ ഉപയോഗിച്ച് അവൻ ആരെയും കൊല്ലാൻ തുടങ്ങി. പക്ഷേ ഒരു ദിവസം അവൻ തന്നെ ഷാഡോ ആയി മാറി. അവനിനി മനുഷ്യനല്ല, ഒരു ഇരുണ്ട ശക്തി മാത്രം. ദ കിങ്, ഒരു രാജാവ്, രാജ്യം രക്ഷിക്കാൻ ഈ മാസ്ക് ഉപയോഗിച്ചു. ആദ്യത്തിൽ അവൻ ഹീറോ ആയിരുന്നു. പക്ഷേ പവർ കറപ്റ്റ് ചെയ്തു. ഫിയർ റൂളായി അവൻ തന്റെ ജനങ്ങളെ തന്നെ അടിച്ചമർത്താൻ തുടങ്ങി. അവസാനം ജനങ്ങൾ തന്നെ അവനെ ഓവർത്രോ ചെയ്തു. ഇപ്പോ വരുന്നത് ഏറ്റവും എപ്പിക് ഭാഗം. ഒരു ഗ്രൂപ്പ് ഓഫ് വാരിയേഴ്സ് ഈ മാസ്ക് നശിപ്പിക്കാൻ ശ്രമിച്ചു. അവർക്ക് മുന്നിൽ വന്നത് മുറസാക്കിയുടെ ഫുൾ പവർ ബാറ്റിൽ തുടങ്ങുന്നു. ഫയർ വേഴ്സസ് ഷാഡോ, മാജിക് വേഴ്സസ് കേഴ്സ്, ഹ്യൂമാനിറ്റി വേഴ്സസ് ഡാർക്ക്നെസ്. ഓരോ അറ്റാക്കും മാസ്ക് കൂടുതൽ ശക്തമാവുന്നു. അവസാനം ഒരു വാരിയർ ഒരു വലിയ സാക്രിഫൈസ് ചെയ്തു. അവൻ തന്റെ ജീവൻ ത്യജിച്ചു, മാസ്കിനെ സീൽ ചെയ്തു. പക്ഷേ അത് ഡെസ്ട്രോയ് ചെയ്തില്ല. അത് വീണ്ടും തിരികെ വരാൻ കാത്തിരിക്കുന്നു. മുറസാക്കീസ് മാസ്ക് നശിപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? കാരണം ഇത് ഫിസിക്കൽ ഓബ്ജക്ട് മാത്രം, ഇതൊരു സോൾ കണ്ടെയ്നർ ആണ്. അത് ഡെസ്ട്രോയ് ചെയ്യണമെങ്കിൽ ഉള്ളിലെ ആത്മാവിനെ ഡെസ്ട്രോയ് ചെയ്യണം. പക്ഷേ അത് ഓൾമോസ്റ്റ് ഇംപോസിബിൾ ആണ്. കാരണം മുറസാക്കി സോൾ ഇസ് ഇമ്മോർട്ടൽ ഇൻസൈഡ് ദ മാസ്ക്. അതുകൊണ്ട് ഇതിനെ സീൽ ചെയ്യാം, പക്ഷേ നശിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോ ചോദ്യം, ഈ കഥയുടെ എൻഡിങ് എന്താണ്? ഒഫീഷ്യൽ എൻഡിങ് ഇല്ല, പക്ഷേ തിയറീസ് ഉണ്ട്. തിയറി 1, മാസ്ക് സ്റ്റിൽ എക്സിസ്റ്റ്. മാസ്ക് ഇപ്പോഴും എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നു, ആരെങ്കിലും കണ്ടെത്താൻ കാത്തിരിക്കുന്നു. തിയറി 2, ന്യൂ യൂസർ വിൽ റൈസ്. ഒരു പുതിയ യൂസർ ഹൈ വേർഷൻ അൺലോക്ക് ചെയ്യും, ലോകം തന്നെ മാറ്റും. തിയറി 3, ഫൈനൽ ഡിസ്ട്രക്ഷൻ. ഒരു ദിവസം ഒരു ചോസൻ പേഴ്സൺ തന്റെ ആത്മാവ് ത്യജിച്ച് മാസ്കിനെ ഫോറെവർ ഡിസ്ട്രോയ് ചെയ്യും. മുറസാക്കീസ് മാസ്ക് നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? പവർ ഇസ് ഡേഞ്ചറസ്, ഫിയർ ക്യാൻ കൺട്രോൾ പീപ്പിൾ, ഡാർക്ക്നെസ് ഇസ് ഇൻസൈഡ് എവ്രിവൺ. നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടെങ്കിൽ ഈ മാസ്ക് ധരിക്കുമോ അല്ലെങ്കിൽ അത് നശിപ്പിക്കുമോ? ഇതാണ് മുറസാക്കീസ് മാസ്കിയുടെ മുഴുവൻ കഥ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമന്റിൽ നിങ്ങളുടെ തിയറി പറയൂ.